നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. മസിൽ പിടിച്ച് ചിരിക്കാൻ കഷ്ടപ്പെടുന്ന ആരും തന്നെ ഈ പ്രോഗ്രാം ദയവായി കാണരുത്. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, പാരകൾ ഇവയൊന്നും നേരിടാതെ നമുക്ക് നിത്യജീവിതത്തിൽ മുന്നോട്ട് പോകാനേ സാധിക്കില്ല. ഇത്തരം സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ മൂഡ് ഓഫ് ആകാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ സമയം കാണത്തുള്ളൂ. ഇതിനൊക്കെ പ്രതിവിധിയായി എൻ്റെ കയ്യിലൊരു ഒറ്റമൂലിയുണ്ട്. ടേക്ക് ഇറ്റ് ഈസി. ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ അതിഥികളായി എത്തുന്നത് ഒരു ചേട്ടനും അനിയനുമാണ്. അവരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങൾ ഇതിലുണ്ട്, പക്ഷെ ഇപ്പോഴല്ല. ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. ഓക്കെ, പോയേ ഇറങ്ങിപ്പോ. യഥാർത്ഥത്തിൽ ഞാൻ വിളിച്ചത് ഇവരെ അല്ല. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഈ അന്യഗ്രഹ ജീവികൾക്കും കയ്യിലിരിക്കുന്ന ഉൾക്കയ്ക്കും എന്താണ് ഈ എപ്പിസോഡിൽ കാര്യമെന്ന്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിൽ പങ്കാളികളായ ചേട്ടനെയും അനിയനെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. രണ്ടുപേർക്കും ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് സ്വാഗതം. ആദ്യം ഒന്ന് പരിചയപ്പെടാം. അനീഷ് എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു കൊച്ചിയിൽ അൾട്രാടെക് സിമെന്റിൽ. എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് അജീഷ്. ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ലീവിലാണ്? ഇപ്പം ലീവിലാകുന്നു. തിരിച്ചു പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ശരി. നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ? അതെ, രണ്ടുപേര്. അനീഷിന് കിട്ടിയ സർപ്രൈസ് കാണാൻ വേണ്ടി ആരൊക്കെയാണ് കൂടെ വന്നിട്ടുള്ളത്? കൂടെ അമ്മ വന്നിട്ടുണ്ട്, കൊളീഗ് വന്നിട്ടുണ്ട്, പിന്നെ ഫ്രണ്ട്സ് വന്നു. ബാക്കിയെല്ലാം സുഹൃത്തുക്കളാണ്. അമ്മയുടെ പേര്? ഉഷ. സ്വദേശം? കോഴിക്കോട് ഫറോക്കുകാരാണ്. അപ്പോൾ മകൻ്റെ ജോലിയുടെ ആവശ്യമായിട്ട് ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുകയാണ്. എന്തുവായിരുന്നു സംഭവം? രാവിലെ 2-3 ആൾ വന്നു, പിന്നെ വിളിച്ച് കൊണ്ടുപോകണം. കണ്ടപ്പോൾ പിന്നെ ഒന്നും എനിക്കറിയില്ല. ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ. അമ്മയ്ക്ക് ഇപ്പോഴേ അത് ഓർക്കുമ്പോൾ ഇപ്പോഴേ ചിരിയാണ്. ഇത് എവിടെ കൊണ്ടുപോയാണെന്ന് വിചാരിച്ചു മകനെ വിളിച്ചോണ്ട്? മകനെ വിളിച്ച് രണ്ടും പരിചയമില്ലാത്ത ആൾക്കാരല്ലേ വിളിച്ചുകൊണ്ടാണ്. അപ്പോൾ എനിക്കൊരു മനസ്സിലൊരു വിഷമം തോന്നി. ഇതെന്താ ഇപ്പോൾ സംഗതി, ഒന്നും അറിയില്ല, ഇവനാണെന്നൊന്നും പറയുന്നില്ല, ഇളയാളൊന്നും മിണ്ടുന്നില്ല. ഇല്ല. അപ്പോൾ പോയി വന്നപ്പോൾ ഞാൻ ചോദിച്ചതാണ് എന്താ പ്രശ്നം. എന്നെ ഭയങ്കര ടെൻഷനായിട്ടാണ് വരുന്നത്. കയ്യും കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. എന്തൊക്കെയോ അവിടെ സംഭവിച്ചു അല്ലേ? എല്ലാത്തിനും കാരണക്കാരൻ അനിയനാണ്. പ്ലോട്ട് ചെയ്തത്. അമ്മയുടെ അടുത്ത് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞില്ല. ഈ കൂടെ പോകാൻ വേണ്ടി റെഡി ആയിരുന്ന ആളല്ലേ കൊളീഗ്? പേര്? ശ്രീകുമാർ. ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ചെന്നൈക്ക് എന്തായിരുന്നു? പിറ്റേ ദിവസം ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡിയായി. അനീഷ് വീട്ടിൽ ഇപ്പോൾ റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയത്. ഞാൻ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് സൗത്തിലോട്ട് വരുന്ന സമയത്ത് അനീഷിന്റെ ഫോൺ വന്നു. ആകെ ടെൻസ്ഡ് ആയിട്ടാണ്. എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതിപ്പോ നമുക്ക് പറയണ്ട. നമുക്ക് ആ സംഭവമൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഇതിന് കൂടെ വേറൊരു സൂത്രധാരൻ കൂടെ ഉണ്ടായിരുന്നു അനിയനെ കൂടെ ചേർന്നിട്ട്. പേര്? റാൻസൺ. എന്ത് ചെയ്യുന്നു? ഞാൻ സിൽവർ മൗണ്ട് കമ്മ്യൂണിക്കേഷൻസിലാണ് വർക്ക് ചെയ്യുന്നത്. സിൽവർ മൗണ്ട് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. അനിയൻ്റെ കൂടെ ചേർന്നിട്ടാണ് പ്ലോട്ട് ചെയ്തത്? അതെ. അവരവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്നതേ ഉള്ളൂ. അതെ. അപ്പോഴത്തേക്കും മനസ്സ് വെറുപ്പിച്ചല്ലോ അല്ലേ? പണി തന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് സംഭവം എന്ന് പറഞ്ഞ ഒരു അനിയൻ സ്വന്തം ചേട്ടന് കൊടുത്തൊരു സർപ്രൈസാണ്. അപ്പോൾ ഈ സർപ്രൈസ് ഒരു വലിയ സംഭവമായി മാറിയത് കൊണ്ട് ഒരുപാട് ചാനലുകാരെല്ലാം കൂടി അവിടെ വന്ന് നിൽക്കുകയാണ് ഈ സംഭവം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് ആ സർപ്രൈസ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇന്നത്തെ ടേക്ക് ഇറ്റ് ഈസിയിൽ ഒരു അനിയൻ സ്വന്തം ജ്യേഷ്ഠന് ഒരു സർപ്രൈസ് കൊടുക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അനിയനെ സഹായിക്കാനായിട്ട് അനിയൻ്റെ സുഹൃത്ത് കൂടെയുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്ന് അദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് ഒരു ചെറിയ പണി ഒപ്പിക്കാൻ പോണത്. ഇത് വളരെ തൂത്ത് തുടച്ച് വൃത്തിയായിട്ട് അദ്ദേഹം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതിലേക്ക് ആകാശത്തു നിന്നൊരു വലിയ ഉൽക്ക, അതായത് ഇതുപോലെ ഒരു പാറക്കല്ല് വീഴുന്നതായിട്ടാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം.
is a car. We are doing a car. സർ, താങ്കളുടെ ആണോ ആ കാറ്? അത് ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ഉൽക്ക വീഴുന്നതായി കേൾക്കുന്നു. ഇത് കാരണം എന്തോ നാശനഷ്ടങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. സാർ, ഇപ്പോൾ അടുത്തേക്ക് പോകേണ്ട ചില സന്ദർഭങ്ങളിൽ നിന്ന് പൊട്ടിത്തെറിച്ചതായിട്ടുണ്ട് അറിയുന്നു. താങ്കൾ എത്ര വർഷമായി ഈ കാർ വാങ്ങിച്ചിട്ട്? 1 കൊല്ലം കഴിഞ്ഞു. ഇത് ഏത് മോഡലാണ് സാർ കാറ്? 2012-13. സാർ, ഇത് മോളിൽ നിന്ന് വീണതാണ്. ഇപ്പോൾ കൊല്ലത്ത് രണ്ട് സ്ഥലത്ത്, തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് വീണിട്ടുണ്ട്. സാർ ഒന്ന് അടുത്ത് പോകേണ്ട സാർ, ചിലപ്പോൾ പൊട്ടിത്തെറിച്ചേക്കാം. കൊല്ലത്ത് പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സാർ ഇത് നഷ്ടപരിഹാരം ആവശ്യപ്പെടുമോ കേരള ഗവൺമെന്റിനോട്? രാവിലെ മുതൽ പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ റിപ്പോർട്ട് വരുന്നുണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഉൽക്ക വീഴുന്നതായിട്ട്. പോലീസും ഫയർഫോഴ്സും ഇപ്പോൾ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. Car engine out completely. ഞാനെന്താ പറയാ, നമുക്ക് അറിയാത്ത ഹർഷൻ, ഞാനിപ്പോൾ ഈ കാറിന്റെ ഉടമസ്ഥന്റെ കൂടെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിനും ഒന്നും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൊല്ലത്ത് നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ കൂടുതൽ നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ടുണ്ടോ ഹർഷ? ഉണ്ട്. അതെ. കൊല്ലത്ത് ഒരു കാർ നിശേഷം തകർന്നു പോയി. ടൗൺ മധ്യത്തിൽ ഒരു കാർ നിശേഷം തകർന്നു പോയിട്ടാണ് അറിയുന്നത്. എനിക്കൊന്നും മനസ്സിലായി. ഇത് ഇല്ല, കൊല്ലത്ത് ഇത് പൊട്ടിത്തെറിച്ചതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും ഇപ്പോൾ എത്തും. ഈ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ? എനിക്കറിയത്തില്ല, നോക്കട്ടെ. ആക്ച്വലി നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അദ്ദേഹം ആകെ പരിഭ്രാന്തരാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ഇത് വേറെ ഏതെങ്കിലും കേരളത്തിൻ്റെ ഭാഗങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആണോ? ആലുവായിൽ ഇപ്പോൾ ഒരെണ്ണം താഴെ വീണു, ഇത്തരം ഒരു കല്ല് താഴെ വീണതായിട്ട് റിപ്പോർട്ടുണ്ട്. പക്ഷേ അത് ആർക്കും പരിക്കില്ലെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല സാർ, ഞാനിപ്പോൾ വിളിച്ചപ്പോൾ വന്നതാണ്. വണ്ടി ഗവൺമെന്റ് ലോസ് ഉണ്ടായിട്ടില്ല. ഗ്ലാസ്സിലെ കറക്റ്റായിട്ട് വെയിറ്റിലെ സംഭവമല്ല. അങ്ങനെ ക്രാക്ക് ആവുള്ളൂ. മറ്റേ സേഫ്റ്റി പ്രിക്കോഷൻസ് ഉള്ളൂ. എന്ത് ചെയ്യും ഇത്? എന്താ ചെയ്യാ? ഗവൺമെന്റ് തടുക്കുമല്ലോ. ആണോ? കുറച്ചും കൂടി പക്ഷെ ഗവൺമെന്റ് വണ്ടി എടുത്തോണ്ട് പോകും. ഇങ്ങനത്തെ അതൊക്കെ കുറെ കാലം എടുക്കില്ലേ? ആണോ? ഇത് ഭയങ്കര ശബ്ദത്തോടു കൂടിയാണോ? തിരിച്ചുവരുന്നു. ഞാൻ കുട്ടികളൊക്കെ കളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് നേരെ ഓടി, അവരെല്ലാം മറ്റിക്കറായി. ഞാൻ ഓടിച്ചെന്ന് വിളിച്ചിട്ടാണ് അവരെല്ലാം ഓടി വന്നത്. ഭയങ്കരമായ സൗണ്ട്. പുള്ളി ഉത്തരവാദിയാവോ? പക്ഷേ ഇത്ര കേസൊക്കെ വണ്ടി ഗവൺമെന്റ് എടുക്കും. സ്റ്റഡി സംഭവമൊക്കെ ആയിട്ടല്ലേ? ചൂടോ ഉയർന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതെ. ഇവര് പിള്ളേർ സൗണ്ട് കേട്ടെന്ന് പറയുന്നത്. ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് വലിയൊരു പാർപ്പിട സമുച്ചയമാണ്. ഇതിന്റെ മുന്നിൽ ധാരാളം കുട്ടികളുണ്ടായിരുന്നു. നമുക്ക് മാറ്റി നോക്കിയാലോ എന്നാ? സംഭവം മാറ്റി നോക്കിയാലോ? മാറ്റി നോക്കിയാലോ?
അല്ല ഈ സാധനം അത് എന്താന്ന് നോക്കിയത് ആണോ? അതെ ഫ്ലാറ്റിന് മുമ്പിൽ വണ്ടി മുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുകളിലേക്ക് ഒരു ഞാൻ പറയുന്ന സാധനം മാറ്റി നോക്കാന്ന്. ഇതിന് സാധനം എടുത്ത് മാറ്റാ എന്താന്നറിയാലോ. പുകയുണ്ടോ? വന്നേ പുള്ളി കൂടെ പക്ഷെ നിങ്ങള് നിങ്ങളോ ആരെയെ ആണോ? ഒരു പുകയുണ്ട് കത്തുന്നുണ്ട്. എന്നാല് ഇവരെല്ലാരും കൂടി ഒപ്പിച്ചൊരു ചെറിയ പണിയാണ്. അതിൽ താങ്കളുടെ അനിയനും ബ്രാൻസനുമാണ് ഇതിന്റെ പിന്നിലുള്ളത്. തൊട്ട് പറയുന്നുണ്ട് അനിയൻ. ഇത് എന്താണെന്ന് ഞാൻ പറയാം. ഈ ആകാശത്ത് വീണ സാധനം എന്ന് പറയുന്നത് നമ്മളിത് ഇങ്ങനെ എടുത്ത് അങ്ങ് കളയുകയും അതിനുശേഷം ഈ ഗ്ലാസ് ഒന്ന് പൊക്കിയേ കേട്ടല്ലോ. ഒന്ന് തട്ടി തുടച്ചെടുത്ത് Take it easy. Okay? അതിൽ ഈ നിൽക്കുന്ന എല്ലാ പേർക്കും ഈ സംഭവം അറിയാം. അനീഷിന് മാത്രമാണ് എന്താണ് സംഭവം എന്ന് അറിയായിരുന്നത്. ശരിക്കും പേടിച്ചു വരുന്നോ? അപ്പൊ അതില് അനിയനും ഇവർ രണ്ടുപേരാണ് ഇതിന്റെ ഗൂഢാലോചന നടത്തി ഇത് സെറ്റ് ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു മുഖത്തെ ആക്ച്വൽ എക്സ്പ്രഷൻ കണ്ട് ഞാനിത്ര ഞെട്ടിയിരിക്കുന്നു. ടെൻഷനിലായിരുന്നു. അതെ, ഞാൻ നോട്ട് ചെയ്ത വേറൊരു കാര്യമുണ്ട്. അജീഷ് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉൾക്ക വീണ ആ ഒരു സെയിം ഫീലോടെയാണ് തൊട്ടടുത്ത് നിന്ന് വരുന്നത്. അതെ, സ്വന്തം പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ആരെയായിരുന്നു ഫോൺ ചെയ്തത്? ആക്ച്വലി ഞാൻ ചെന്നൈയിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. 7 മണിക്ക് ട്രെയിൻ ആയിരുന്നു. അപ്പോൾ ടൈം ഏകദേശം 6 മണിയായി കാണും. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഏതായാലും ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോവുമല്ലോ വണ്ടി. പിന്നെ ഏകദേശം പോകാൻ പറ്റില്ല തോന്നി. അതുകൊണ്ട് കൊളീഗിനെ വിളിച്ചു. എനിക്ക് വരാൻ പറ്റില്ല. പുള്ളി കാരണം ചോദിച്ചു. പറഞ്ഞു ഉൾക്ക വീണിട്ടുണ്ട് എൻ്റെ വണ്ടീൻ്റെ മുകളിൽ. അപ്പോൾ എന്തായിരുന്നു ഫോൺ ചെയ്ത് പറഞ്ഞത്? കാറിന്റെ പുറത്തൊക്കെ ഉൽക്ക വീണു, ഇവിടെ ആലുവലൊക്കെ വീഴുന്നുണ്ട്, ടി വിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എത്തുവാണ്. ഞാനവിടെ ഒന്ന് ടി വിയിലൊക്കെ നോക്കുകയാണ്, കാണുന്നുണ്ടോ ഒന്നും കാണുന്നില്ല. പിന്നെ ഞാൻ പുള്ളി വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നെ വിളിച്ചിട്ട് കട്ട് ചെയ്യുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ എന്തായാലും വരാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ സർപ്രൈസ് പറയുന്നില്ല. പിന്നെ എത്തിക്കഴിഞ്ഞിട്ടാണ് പുള്ളി പറയുന്നത് ഇങ്ങനെയാണ് ഇതുപോലെ അനിയൻ ഒപ്പിച്ചൊരു സർപ്രൈസ് ആയിരുന്നു സംഭവം. അതെ അതെ അതെ. ഇതൊരു ടേക്ക് ഇറ്റ് ഈസി പ്രോഗ്രാം ആണെന്ന് അനിയൻ തന്നൊരു സർപ്രൈസ് ആണെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഒരു ഫീലിംഗ്? ആദ്യം ദേഷ്യം വന്നു അനിയനോട് കൂടി. അവിടെ വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അമ്മ ഇത് പറ്റിക്കലാണെന്ന് അറിഞ്ഞപ്പോ അമ്മയുടെ റിയാക്ഷൻ എന്തായിരുന്നു? അറിയില്ലല്ലോ, അനീഷ് വന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് മേലോട്ട് നോക്കണത്. അല്ല, രാവിലെ ആള് വന്നതും അപ്പോഴാണ് ഒരു കണക്ഷൻ വരുന്നതല്ലേ, ഇത് രാവിലെ തൊട്ടേ ഉള്ള ഒപ്പിക്കലായിരുന്നു എന്നുള്ളത്. അജീഷ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിൽ ഇതുണ്ടാവും. ഇവ ഇങ്ങനെ നെട്ടിയും പേടിച്ചിരിക്കണത് അമ്മയെ ഗ്ലാസ് വെള്ളം തരീന്നപ്പാ. അതാ വെള്ളം കുടിച്ചു. അജീഷേ, ഇതിന് ശേഷം സംഭവിച്ച അത്യാഹിതങ്ങൾ വളരെ വിശദീകരിച്ചെന്ന് പറയും. പേടിക്കേ വേണ്ട. ഇല്ല ഒന്നുമില്ല. ബ്രദറിന് ടെൻഷനായിരുന്നു കൂടുതലും. പെട്ടെന്ന് ചെന്നൈയിലും പോകണം, എല്ലാ ഓഫീസ് വർക്ക് ഉണ്ട്. എന്താ പറയാ. അപ്പൊ അതിനുശേഷം വേറെ പ്രത്യാഘാതങ്ങൾ എന്തെങ്കിലും? ഇല്ല ഒന്നുമില്ല. ഇതുപോലെ പ്രതീക്ഷിക്കാം. ഉടനെ തിരിച്ചു പോകുന്നോണ്ട് അങ്ങനെയൊന്നുമില്ല.
ഫ്യൂച്ചറിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഭാവിയിലേക്ക് കിട്ടും. കിട്ടാൻ സാധ്യത. ചിലപ്പോൾ പണി അങ്ങ് അബുദാബി വരെയും വരും. ഇല്ല, എന്താ പറയാൻ പറ്റും. വിസ എടുത്ത് പോകണല്ലോ. അനിയന് ചേട്ടന് ഭയങ്കര സ്നേഹമാണ്. അതെ. ഇങ്ങനെ സർപ്രൈസ് എന്നതിൽ പ്രത്യേകിച്ച് ദേഷ്യമൊന്നും തോന്നിയില്ല? ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ പറഞ്ഞല്ലോ ഇത് കോമഡി പ്രോഗ്രാമാണ്, പിന്നെ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് മുകളിലോട്ട് നോക്കുന്നുണ്ട്, ഉൾക്ക ഇനി വരുന്നുണ്ടോ. വണ്ടി വന്നിട്ട് ഞാൻ കുറച്ച് മാറിയിട്ടാണ് നിർത്തിയിരുന്നത്. അപ്പോൾ ഞാൻ വരുന്നത് കണ്ടപ്പോൾ ഞാൻ വണ്ടിയിലെ നോക്കിയിരുന്നു, പക്ഷെ വണ്ടി കുറച്ച് സെൻട്രലായി. ഞാൻ നോക്കി എന്തിനാ വണ്ടി മാറ്റിയിരിക്കുന്നത്, അതാണ് ഞാൻ വണ്ടിയിൽ ശ്രദ്ധിച്ചത്. പിന്നെ കയറി വരുമ്പോൾ തന്നെ നോക്കുന്നുണ്ട്. അതെ, നോക്കുന്നുണ്ട് വണ്ടിയിലേക്ക്. തിരിച്ചു വന്ന് വണ്ടീൻ്റെ മേലെ മാത്രം ഉൾക്ക വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വെച്ചിരുന്നെങ്കിൽ ഉൾക്ക വീഴുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ആലോചിച്ചു. ഞാൻ അത് ആലോചിച്ചില്ല കേട്ടോ ഇതുവരെ. അപ്പൊ ആലോചിച്ചു പഴയതുപോലെ കിടന്നിരുന്നെങ്കിൽ ഉൾക്ക മാറിപ്പോയി. സൈഡിലായിരുന്നു. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഏജ് ഡിഫറൻസ് തോന്നുന്നില്ല? ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ട്? ഇല്ല, ഒത്തിരി ഇല്ല. 2 വയസ്സ് 4 വയസ്സ് കാണും. 4 വയസ്സ്. നിങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ്? അതെ തന്നെ. അങ്ങനെ എന്താണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി പറയുക? അതിൻ്റെ ഒരു ഊഷ്മളതയെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരും. അല്ല, അത് നോക്കണ്ട, അത് അന്ന് വീണ ഉൾക്ക ആള് അവരുടെ ആണല്ലോ, അവരുടെ എന്തോ ഉപഗ്രഹത്തിൽ നിന്നും പൊട്ടി. എങ്ങനെയാണ് നിങ്ങൾ ചേട്ടനനിയന്മാർ തമ്മിൽ? വീട്ടിൽ നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ്. ഇടയ്ക്ക് നമ്മൾ തമ്മിൽ സ്റ്റണ്ട് ഉണ്ടാവാറുണ്ട് വീട്ടിൽ. നിങ്ങൾ ഒരേ സ്കൂളിൽ ആണോ പഠിച്ചിരുന്നത്? അല്ല, അങ്ങനെ വേറെ സ്കൂളിൽ? വേറെ സ്കൂളിൽ. ഒരു സ്കൂളിൽ പഠിച്ചിരുന്നത് കുറച്ചുകൂടെ റിസ്കി ആയിരുന്നു. തീർച്ചയായും. കാരണം ഒരേ സ്കൂളിൽ പഠിക്കാൻ ചേട്ടനനിയന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. എൻ്റെ ചേട്ടനും ഞാനും ഒന്ന് തെറ്റിയല്ലേ. ഓക്കെ, ഈ അനിയൻ ഇതുപോലൊരു സർപ്രൈസ് തരുമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയില്ല കാര്യം. ഒരിക്കലും തോന്നിയിട്ടില്ല ഇതുപോലൊരു സർപ്രൈസ് വരുമെന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവൻ്റെ മുഖ എക്സ്പ്രഷൻ തോന്നുന്നില്ല. അത്ര സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഭയങ്കര നാച്ചുറൽ ആയിരുന്നല്ലേ? വണ്ടി വീണിട്ട് വണ്ടിക്ക് എന്ത് പറ്റിയെന്നാ ചോദിക്കുന്നത്. ഈ ഇതുപോലൊരു സർപ്രൈസ് കൊടുക്കുമ്പോഴേ ചേട്ടൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്നാലും ചെറുതായി പേടിയിരുന്നു മനസ്സിൽ. വയലന്റ് ആയാലോ? ചെറുത്. അപ്പോൾ ഓടാനൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പിലാണ് നിന്നത്? അങ്ങനെയും പറയാം. ഓക്കെ, എന്തായാലും ഇതേപോലെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഇനിയും വരുമ്പോൾ, അതുപോലെ സർപ്രൈസുകളും ഇനി വരുമ്പോഴും ഇതേ ഒരു സന്തോഷത്തോടെ, ഇതേ ഒരു ഊഷ്മളതയോടെ ചേട്ടനനിയന്മാർ തമ്മിൽ ഇനിയും മുന്നോട്ട് പോകാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു. ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിയുടെ വക ഒരു ചെറിയ സമ്മാനം ഉണ്ട് രണ്ടുപേർക്കും. ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുമിത്രാദികൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഒരു സർപ്രൈസ് കൊടുക്കണമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസി വീഡിയോസ് ആണ്. അതിസാഹസികരായ കുറച്ച് ചെറുപ്പക്കാരുടെ വിക്രിയകളാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസി വീഡിയോസിൽ ആദ്യമായിട്ട് ഒരു ഒളിമ്പിക്സ് പരിശീലനമാണ് കാണിക്കുന്നത്. ഇദ്ദേഹം സൗദി അറേബ്യയിൽ നിന്നുള്ളതാണ്. പക്ഷേ ഈ പരിശീലകൻ വളരെ വ്യത്യസ്തമായ ഒരു എന്താ പറയുന്നത് പ്രാക്ടീസ് ചെയ്യിക്കൽ രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ എങ്ങനെ ഇദ്ദേഹം തരണം ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ സാധാരണയിൽ നിന്ന് മാറിയിട്ട് ഈ ട്രാക്കിൽ പ്രാക്ടീസ് ചെയ്യാതെ ട്രെഡ്മില്ലിൽ പ്രാക്ടീസ് ചെയ്യിക്കാനാണ് പരിശീലകൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ആരും വിഷമിക്കണ്ട. ഈ ആദ്യമൊക്കെ പതുക്കെ വരും. നല്ല സുഖമായിരിക്കും. ഇനിയാണ് വളരെ ക്രൂരമായ പരീക്ഷണ രീതി വരുന്നത്. ഒരു ഒളിമ്പിക്സ് താരത്തിന്റെ ദയനീയമായ രോദനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
അതെ, ഏത് രാജ്യത്തായാലും ഏത് ഭാഷയിലായാലും ഇത്തരം സന്ദർഭങ്ങളിൽ നിലവിളിക്കുന്നത് ഏകദേശം ഒരേ ഭാഷയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തതായി ഒരു ഡൈവറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഓടി വന്ന് ഡൈവ് ചെയ്തിട്ട് അതിൻ്റെ എത്ര ആഴങ്ങളിലേക്ക് പോകും എന്ന് തെളിയിക്കാനുള്ള ഒരു ശ്രമമാണ്. നമുക്കൊന്ന് കാണാം. തയ്യാറെടുത്ത് കഴിഞ്ഞു. വിജയിച്ചേ അടങ്ങൂ എന്നാണ് പറയുന്നത്. അതെ, അത് വീഴാൻ നേരവും കറക്റ്റ് ആ വെള്ളത്തിനകത്തേക്ക് പോകാനുള്ളൊരു പൊസിഷനിലൊക്കെ തന്നെയാണ് പോയത്. പക്ഷേ കോൺക്രീറ്റ് തറ പോലെ ആയിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സാധാരണ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ വണ്ടിയെല്ലാം ഓടിപ്പോകുമ്പോൾ നായകൻ ഓടി വന്ന് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വണ്ടിയുടെ മുകളിലേക്ക് ചാടുന്നു, അതിൽ കയറി രക്ഷപ്പെടുന്നു. മീൻസ് ചാടി വീഴുന്ന വണ്ടിയുടെ മുകളിലായിരിക്കും, അങ്ങനെയൊക്കെ. അടുത്തതായി ഒരു ചെറുപ്പക്കാരൻ അത് എങ്ങനെ വളരെ കൃത്യമായി നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരുന്ന ഒരു വീഡിയോ ആണ്. വണ്ടി പോവുകയാണ്, അതെ, ചാടി. കറക്റ്റായിരുന്നു, വളരെ കറക്റ്റായിട്ട് വണ്ടി തന്നെ വീണു. ഈ വലിയ ആപത്തുകളൊക്കെ വരുമ്പോൾ ചില ആളുകൾ സൂപ്പർമാനെ വിളിക്കാറുണ്ട്. അപ്പോൾ സൂപ്പർമാനെ വിളിച്ചു കഴിഞ്ഞാൽ സൂപ്പർമാൻ അപ്പോഴേ ഡ്രസ്സ് മാറി സംഭവ സ്ഥലത്തേക്ക് ചാടി ഓടുകയാണ്. ഇപ്പോൾ അതുപോലെ ഒരു സൂപ്പർമാനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷേ ഈ സൂപ്പർമാനൊരു കുഴപ്പമുണ്ട്, ഈ പൂട്ടിയിട്ട വാതിൽ തുറക്കാൻ അറിഞ്ഞൂടാ. നമ്മുടെ നിത്യജീവിതത്തിൽ ഇതുപോലെ ചില സംഭവങ്ങൾ സംഭവിക്കാറുണ്ട്. കുറേ പേരൊക്കെ അത് ക്യാമറയിൽ പകർത്താറുമുണ്ട്. ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരിക. സെലക്ട് ചെയ്യപ്പെടുന്ന വീഡിയോസിന് ഒരു സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. അയക്കേണ്ട വിലാസം അപ്പോൾ കൂടുതൽ സർപ്രൈസുകളും കൂടുതൽ ഫണ്ണി ആയിട്ടുള്ള വീഡിയോകളുമായി ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. Take it easy. Take it easy. I wanna